വാട്സ്ആപ്പ് ഗായ്സ്, സ്പ്രേ അടിക്കാൻ വയ്യ. രാത്രി ഇച്ചിരി സ്പൈസി ഇൻട്രസ്റ്റിംഗ് ന്യൂസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം പഠിപ്പിക്കണോ നല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ ഗായ്സ്, നമ്മുടെ ഒപ്പോടെ ഫൈൻഡ് X9 സീരീസിനെ ഒപ്പോ ടീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒഫീഷ്യലി സ്പെക്സ് അല്ല GSM അറിയുന്നില്ല, ഇപ്പം അവൈലബിൾ ആണ്. സാധനം എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ജനറേഷണലി ഭയങ്കര വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇതിനകത്ത് ക്യാമറ സെൻസറിനകത്ത് സെൻസർ സൈസസും അതേപോലത്തെ ഈ ചെറിയ ചെറിയ ഫൈൻ ട്യൂണിങ് പരിപാടികൾക്കൊക്കെ അവന്മാർ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ വട്ടം എനിക്ക് തോന്നുന്നു ഫൈൻഡ് X9 സീരീസ് ഇച്ചിരി സെയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഫൈൻഡ് എക്സ് ക്യാമറ അറിയാമല്ലോ, ഇറ്റ്സ് എ ഗോഡ് ലെവൽ ക്യാമറ, ഗോഡ് ടിയർ ക്യാമറയാണ്. ഞാൻ ഇച്ചിരി നാളെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു കോംപ്രഹെൻസീവ് റിവ്യൂവിന് വേണ്ടി കിട്ടിയിരുന്നു കൂട്ടുകാരൻ്റെ ഫോണായിട്ട്. ഒപ്പം എടുത്ത് ചോദിച്ചപ്പോൾ അവന്മാരെന്നെ തെറി വിളിച്ച് അതുകൊണ്ട് എന്തായാലും ഗൈസ് ഒപ്പോടെ ഫൈൻഡ് X9 എനിക്ക് കയ്യിൽ കിട്ടിയ വീഡിയോ എടുക്കാൻ കാരണം. പക്ഷേ എനിക്ക് തോന്നുന്നു ക്യാമറ സ്പെക്സ് സീംസ് വെരി ഇൻട്രസ്റ്റിംഗ്. ക്യാമറ സെൻസേഴ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അതേപോലെ ഈ വട്ടം മീഡിയാടെക്കിൻ്റെ പുതിയൊരു പ്രോസസ്സർ വരുക 9500. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് GPU ARM ബേസ്ഡ് GPU ആണ്. ARM എന്ന് പറഞ്ഞൊരു കമ്പനി മാനുഫാക്ചർ ചെയ്ത GPU. അതെങ്ങനെയാണെന്ന് ഐ ആം വെരി എന്താ പറയുക ക്യൂരിയസ്. സോ നമുക്ക് അടുത്ത ഒരു ടെക് ന്യൂസിലേക്ക് പോവാം ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, എനിക്ക് തോന്നുന്നു ഈ വട്ടം ഐക്യു കത്തിക്കും. ഐക്യു 15 ഞാനിപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊരു സ്പെക്ക് കേട്ടോ, അതിനകത്ത് അവന്മാർ നല്ലോണം പ്രൈസ് ചെയ്ത് ഇത് കത്തും കേട്ടോ ഈ ഫോൺ. സ്നാപ്ഡ്രാഗൺ 8 Gen 5 മറ്റേ 8 Elite 5 5th Gen. അത് കഴിഞ്ഞ് അവരുടെ മറ്റേ Q3 എന്ന് പറഞ്ഞാൽ അഡീഷണൽ ചിപ്പ് വരുന്നുണ്ട്. Q2 അല്ല Q3യിലേക്ക് പോകുന്നുണ്ട്. 2K Hz 2K OLED പാനൽ വിത്ത് 144 Hz. അത് ഈ വട്ടത്തെ OLED പാനൽ സാംസങ്ങിനാണ് കൊടുക്കുന്നത്. സാംസങ് മറ്റേ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു OLED പാനലായിരിക്കും ഇവർ കൊടുക്കുന്നത്. പിന്നെ ഇച്ചിരിയുടെ ബെറ്റർ ആയിട്ടുള്ള ഒരു IMX921 എന്ന് പറഞ്ഞ സെൻസറും. പിന്നെ ഈ വട്ടം 2x ടെലിഫോട്ടോ അല്ല 3x ടെലിഫോട്ടോ ആണ്. അത് പഴയ സെൻസർ തന്നെ, ടെലിഫോട്ടോ സെൻസർ പഴയത് തന്നെ 3x ആണല്ലോ. പക്ഷേ ഒപ്റ്റിക്കലി ബെറ്റർ ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ 7000 mAh ബാറ്ററി, ബെറ്റർ തെർമൽസ്, ബെറ്റർ കൂളിംഗ് സിസ്റ്റം, അങ്ങനത്തെയൊക്കെ ഒരുപാട് സാധനം വെച്ച് ഫൈൻ ട്യൂൺ ചെയ്ത അവന്മാർ ഈ വട്ടം ഞാൻ പറയാൻ പോകും ഉറപ്പായിട്ട് ഐക്യു നല്ലോണം പ്രൈസ് ചെയ്താൽ ഈ വട്ടം അവന്മാർ സെയിൽസ് കത്തിക്കും. 110% ഉറപ്പാണ് അവന്മാർ സെയിൽസ് കത്തിക്കും. സോ ഗൈസ്, ഇനി നമുക്ക് ഇച്ചിരി കോർപ്പറേറ്റ് അപരാധങ്ങൾ പറയാം. കോർപ്പറേറ്റ് അപരാധങ്ങൾ ആദ്യമേ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ആമസോൺ ഈ വട്ടം ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ട് 14,000 എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് റിഡിക്യുലസ്. ആമസോണിനെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം മനുഷ്യർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഓരോ കമ്പ്യൂട്ടേഷനും ഓട്ടോമേഷൻ്റെ ഭാഗത്ത് ഇച്ചിരി എഫിഷ്യൻ്റ് ആയിട്ട് അത്രയും കാശ് കൊടുക്കുക ചെയ്യുമ്പം എനിക്കൊന്നും പറയാനില്ല. ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പിന്നെ ഗൂഗിളിൻ്റെ ഒരു വലിയ അപരാധം എന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ സെർവറിൽ നിന്ന് ഇമെയിൽസ് ലീക്ക് ആയിട്ടുണ്ട്. അഫ്കോഴ്സ് ഗൂഗിൾ അത് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ പറയുന്നത് ഇച്ചിരി ലീക്കൊന്നും ആയില്ല, മാക്സിമം ഒരു 1000 എണ്ണമൊക്കെ ലീക്കായി കാണും. ഗൈസ്, 1000 എണ്ണം ലീക്കായി എന്ന് അവർ അഡ്മിറ്റ് ചെയ്തെങ്കിൽ കോടികൾ ലീക്കായി കാണും. സോ നിങ്ങൾ ഗൂഗിളിൻ്റെ അടുത്ത് നിങ്ങളുടെ ഡേറ്റ സെക്യൂർ ആണ്. ഗൂഗിൾ ഭയങ്കര പ്രൈവറ്റ് ആണ്. അവരുടെ സെർവറൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാങ്ങയും ചക്ക എന്ന് പറഞ്ഞ സെർവറാണെങ്കിൽ അതൊക്കെ വെറുതെ ഇതൊക്കെ കണ്ടറിയാം. നമുക്ക് ഉള്ള കാര്യം പറയാമല്ലോ. നിങ്ങളുടെ ഡേറ്റ, എൻ്റെ ഡേറ്റ, ഒരു ചക്കയുടെ ഡേറ്റ സെർവറില്ല. ഞാൻ എൻ്റെ മാക്ബുക്കിൽ ഇപ്പോഴത്തും വെബ് ക്യാം വരെ സ്റ്റിക്കർ ഒട്ടിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഗൈസ്. കാരണം ദ മോർ യു നോ അബൌട്ട് ദ ടെക് ദ മോർ ഇത് ഈസിലി മാനിപ്പുലേറ്റബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ ഗൈസ്, അടുത്തൊരു വലിയ ടെക് അപരാധം എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് iPad Pro ഉണ്ടല്ലോ, M6 iPad Proവിനകത്ത് ബെറ്റർ ആയിട്ടുള്ളൊരു എഫിഷ്യൻ്റ് ആയിട്ടൊരു കൂളിംഗ് വേപ്പർ ചേമ്പർ തരും. ഇതൊക്കെ ആര് യൂട്ടിലൈസ് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ചേട്ടൻ ഐപാഡിനകത്താണ് നമ്മുടെ പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്യുന്നത്. അത് ഞാൻ വിചാരിച്ചില്ല ഐപാഡ് ഒരു എഡിറ്റിംഗ് മെഷീൻ. നോ വേ നിയർ ആൻ എഡിറ്റിംഗ് മെഷീനാണ് ഐപാഡ്. കാരണം അതിനകത്തുള്ള ഡാവിഞ്ചി റിസോൾവ് ആണെങ്കിലും ഭയങ്കര ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് കട്ട് പേജും കളർ പേജും മാത്രമേ ഉള്ളൂ. എഡിറ്റ് പേജ് എന്ന് പറഞ്ഞ സാധനമില്ല. അതുകൊണ്ട് എഡിറ്റ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. ജസ്റ്റ് കട്ട് ചെയ്യുക, റിപ്ലേസ് ചെയ്യുക, ആ പരിപാടിയൊക്കെ മാത്രമേ നടക്കൂ. പക്ഷേ ഐ ഡോണ്ട് നോ ദ ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻസ്. ഓൾറെഡി M5 ഐപാഡോ M4 ഐപാഡോ ഒക്കെ ഭയങ്കര ഓർക്കിലാണ്. M6നകത്ത് വേപ്പർ കൂളിംഗ് ചേമ്പറും കൂടെ വരുമ്പോഴത്തേക്കും മേ ബി അതൊരു ഗെയിമിംഗ് ഡിവൈസ് ഒക്കെ ആയിട്ട് ആപ്പിൾ ഓറിയൻറ്റ് ചെയ്ത് ഇച്ചിരി കത്തിക്കും എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. സോ ഗൈസ്, അടുത്തൊരു സംഭവം പറയുകയാണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. പ്രോജക്റ്റ് ഇൻഡിഗോനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രോജക്റ്റ് ഇൻഡിഗോ ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ക്രൂഷ്യൽ പ്രോജക്റ്റ് ആയിട്ടാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ
ഗൂഗിൾ പിക്സലിനകത്തല്ലേ ആദ്യമായിട്ട് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്ന ഫോട്ടോസും അതേപോലെ കോമ്പ്യൂട്ടേഷൻ ഇൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന് പിക്സലിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അവരുടെ അഡീഷണൽ ലെയർ ഓഫ് കോൺട്രാസ്റ്റ് പ്രോസസ്സർ, ആക്യുറേറ്റ് സ്കിൻ ടോൺ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആദ്യമായിട്ട് ബ്ലർ ആവുന്ന ബൊക്കെ വരുന്നത്, ഇതൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവന്ന പിക്സലാണ്. അതിനകത്താണ് അവർ എക്സൽ ചെയ്തത്. ആ കൊണ്ടുവന്ന 2 മച്ചാന്മാരായിരുന്നു മാർക്ക് ലെവോയും ഫ്ലോറിയൻ കെയ്ൻസ് എന്ന് പറഞ്ഞത്. ഇവർ രണ്ടുപേരും ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ റീസെൻ്റ്ലി ഇവർ രണ്ടുപേരും ക്വിറ്റ് ചെയ്ത് അഡോബിയിലേക്ക് പോയി. അഡോബിയിൽ നിന്ന് വർഷങ്ങളായിട്ട് ദേ ഹാവ് ബീൻ കുക്കിംഗ് ആൻഡ് ഇപ്പം അവർ പറയുന്നത് ദർ ഇസ് സംതിങ് ബെറ്റർ. അവർ രണ്ടുപേരും കൂടെ വർഷങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്ത് കുക്ക് ചെയ്ത പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ഇൻഡിഗോ. ആൻഡ് ഐ തിങ്ക് അതിപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ലിസ്റ്റ് ആവേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കൊക്കെ ആവേണ്ടതാണ്. പ്രോജക്റ്റ് ഇൻഡിഗോ ഇസ് വെരി വെരി ഡീറ്റെയിൽഡ്, കോംപ്രഹെൻസീവ്, അത് കോമ്പ്യൂട്ടേഷണൽ ലെയർ ഓഫ് ഫോട്ടോഗ്രാഫിയിൽ ആഴത്തിൽ പോകുന്നൊരു ടൂളാണെന്നും കൂടെ എനിക്ക് പറയാനുള്ളത്. സോ അതെന്തായാലും നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ്, ഐക്കൂടെ നിയോ 11 സീരീസ് ലോഞ്ച് ആവുന്നുണ്ട്. പ്രൈസിങ് സീംസ് ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് പറയാനൊന്നുമില്ല. പക്ഷേ കുറച്ച് ലീക്സ് റൂമേഴ്സ് ഒക്കെ ആയിട്ട് ഞാനതിനെക്കുറിച്ച് ഇൻ ഡെപ്തിൽ പോകുന്നില്ല. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നൗ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ വാട്സപ്പിന് ഒരു ചാലഞ്ചറായിട്ട് പറയുന്നല്ലോ, നമ്മുടെ സ്വന്തം വിശാഖപട്ടണത്തിലെ അണ്ണന്മാരൊക്കെ ഗൂഗിളിലേക്ക് വെല്ലാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി. അതിന് അറാട്ടി ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് മെസ്സേജിങ്. എൻ്റെ കോളേജ് ഉൾപ്പെടെ കേരള ലോ അക്കാഡമി ഉൾപ്പെടെ എല്ലാ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജും മറാഠിയിലോട്ടാക്കി. ഇറ്റ് സീംസ് വർക്കിംഗ് വെരി ഗുഡ്. എനിക്കത് ഭയങ്കരമായിട്ട് കുറ്റം പറയാനൊന്നുമില്ല. വളരെ ബേസിക് ആണ്, വളരെ ഫണ്ടമെൻ്റൽ സാധനമാണ്. പക്ഷേ ഇറ്റ് വർക്ക്സ്. എനിക്ക് തോന്നുന്നു മിക്ക കോളേജസും എല്ലാവരും മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവായിട്ട് ഇത് അഡോപ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ നല്ലൊരു സാധനമാണെങ്കിൽ അറാട്ടി ആപ്പ് ഫണ്ടമെൻ്റലി ഭയങ്കര രസമായിട്ടുണ്ട്. വെരി ബേസിക് ആപ്പ്. സോ ഇത്രയൊക്കെയാണ് ചൂടുള്ള വാർത്തകൾ എന്നെനിക്ക് പറയാനുള്ളത്. സോ ഗുഡ് നൈറ്റ് വിത്ത് ടെക് ഗൈസ്. ഉറങ്ങാൻ പോവാണ് ഞാൻ. ഇൻറ്റേർണൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രോജക്റ്റും ഒക്കെ ഉണ്ട്, സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാൻ. അതിലൂടെ പോഡ്കാസ്റ്റ് എല്ലാം ഹെക്ടിക് ഷെഡ്യൂൾ. സോ എന്തായാലും ഗൈസ്, ഇന്നത്തെ കാര്യം എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടെ വേണേ ജസ്റ്റ് എന്ന് പറഞ്ഞു വന്നു വെച്ചാൽ, ഈ ഓപ്പൺ എ മൈക്രോസോഫ്റ്റും കൂടെ ഒക്കെ എന്തൊക്കെയോ കൊളാബറേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആർക്കും അറിയത്തില്ല. ജസ്റ്റ് ലീക്സ്, റൂമേഴ്സും ഹിയർ അബൌട്ട്സും ആണ് ഇതൊക്കെ. പക്ഷേ ദേ ആർ കുക്കിംഗ് സംതിങ് ഗ്രേറ്റ്. അതേപോലെ ഓപ്പൺ എനെ മാർക്ക് സക്കൻബർഗും ഇവന്മാരൊക്കെ അൺഒഫീഷ്യലി ഒക്കെ ഫണ്ട് ചെയ്യുന്ന എന്തൊക്കെയൊക്കെയോ പരിപാടി ഉണ്ട് കേട്ടോ. ദൈവത്തിനറിയാം ഇതൊക്കെ എന്തോ ആവുമെന്ന്. ഒരു വല്ല റോബോട്ട് ഉണ്ടാക്കുവാണോ, സംഭവം ഉണ്ടാക്കുവാണോ എന്നൊക്കെ ദൈവത്തിനറിയാം. സോ എന്തായാലും ഗുഡ് നൈറ്റ് വിത്ത് ടെക്. സോ ഗൈസ്, it's 3 here. Talk to you guys later. Love you.